ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു. ഇനിയിപ്പോൾ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി അമ്പലമൊക്കെ ഒന്ന് കണ്ട് എന്തിനൊക്കെ എങ്ങനെയൊക്കെ സമയം കിട്ടുന്ന ഒരു ഐഡിയ ഇല്ല. എന്തായാലും പോയി നോക്കാം. ഇനി അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും എല്ലാവരും കൂടി പോകുന്നുണ്ട്. ആരും ചെരുപ്പിട്ടില്ല. ചെരുപ്പ് പോയാലോ? ഇവിടെ ഫുള്ള് സ്കാം, ഫുള്ള് പറ്റിക്കലാണ്. ദമ്പതി സ്നാനം അങ്ങനെ ഓരോ പേരും പറഞ്ഞ് 4000 15,000 ഒക്കെ വാങ്ങും. അത് ഓരോരുത്തർക്കും ഓരോ റേറ്റാണ്. നോർത്ത് ഇന്ത്യൻസിന് ഒരു റേറ്റ്, സൗത്ത് ഇന്ത്യൻസിന് വേറെ റേറ്റ്, തമിഴ് അറിയണവർക്ക് ഒരു റേറ്റ്, തമിഴ് അറിയാത്തവർക്ക് വേറെ റേറ്റ്. ഫുള്ള് ഉടായിപ്പാണ്. ഇതിനാണങ്ങ എങ്ങടെ പോണ് ഏട്ടാ? അങ്ങടെന്താ തിരക്കിലേക്ക് എന്തിനാ പോണ്? നമ്മളെ ലാസ്റ്റ് എല്ലാരും ദമ്പതി സ്നാനം ചില പരിപാടിയാണ്. ഇവര് കപ്പിൾസ്, 3 കപ്പിൾസ്. ഒരു ഐഡിയയും കിട്ടില്ല. ഇവിടെ വന്ന എന്താ ചെയ്യാ, എങ്ങനെ ചെയ്യാൻ നമുക്കൊരു ഒരു ഐഡിയയും കിട്ടില്ല. ആകപ്പാടെ തിരക്കും, എവിടെ നോക്കിയാലും പറ്റിക്കലും. ആൾക്കാർ ചീത്ത അറിയും. അങ്ങനെ ദമ്പതി സ്നാനം നല്ല ചടങ്ങ് കഴിഞ്ഞു. നമുക്ക് ഇവിടുത്തെ വൃത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാലേ അയ്യോ തോന്നില്ല. പക്ഷെ നമ്മൾ ദൈവത്തിനെ വിചാരിച്ചിട്ട് മുന്നിൽ പോകുന്നു, അത്രേ ഉള്ളൂ. മൊത്തത്തിൽ അവിടെ പോയി എന്നടാ ജട്ടിയിലൊക്കെ ചവിട്ടണേ, നിലത്തൊക്കെ ജട്ടിയടാ, ജട്ടിയും ഇവിടുത്തെ കോലം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നിനും തോന്നില്ല. അതാ അവസ്ഥ. വെള്ളം വേസ്റ്റും. പക്ഷെ നമ്മൾ ഇത്ര ദൂരം വന്നിട്ട് നമ്മുടെ മനസ്സിന് ചെയ്യണം തോന്നിയിട്ട് നമ്മൾ ചെയ്യണ്ടേ. അതുകൊണ്ട് അത് ചെയ്തിട്ട് ഈ അമ്പലത്തിൽ കയറി തൊഴുക. വീട്ടിൽ പോയിട്ടൊന്നുകൂടി കുളിക്കണം നന്നായിട്ട്. വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാണ് പോകുന്നത്. ഇനി വീട്ടിൽ പോയിട്ട് ഒന്നും കൂടി കുളിക്കണം. നല്ല തിരക്കാണ്. പുറത്തുനിന്ന് കണ്ടപ്പോൾ വിചാരിച്ചു വലിയ തിരക്കുണ്ടാവില്ല. അല്ല, ഉള്ളിൽ നല്ല തിരക്കാണ്. ഇത് മറ്റേ തീർത്ഥം കുളിക്കാനുള്ള വരിയാണ്. ഇവിടെ 2-3 പൊട്ടന്മാരത് അറിയാണ്ടതിൽ കയറിയാണ്. ഇതൊക്കെ നനയും, ഒക്കെ നനഞ്ഞ് കുളിച്ചാണ്ടാവും ഇറങ്ങുക. തൊഴാനുള്ള വരി വെച്ചിട്ട് കയറിയത്. അത് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ടേ ഗംഭീരം. കവച തീർത്ഥം. അടുത്ത നമ്മൾ കവച തീർത്ഥത്തിലാണ് കൈസ് കുളിക്കാൻ പോകുന്നത്. എവറിത്തിങ് ഈസ് ആൻ എക്സ്പീരിയൻസ് അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? കേട്ടു. കിട്ടി. ഓടറാ, മാറടാ, ഓടറാ. ഇത് മാത്രമാണ് ഇങ്ങനെ കിട്ടിയത്. ബാക്കിയൊക്കെ സാധനണ്ടേ. എടുക്കുവാ.
താങ്ക് യു. പോവാട്ടോ. ഓ സൂപ്പർ. കണ്ണിക്കായോ എവിടെ കല്ല് അത് നേരത്തേക്കും കിട്ടി കണ്ണിക്കല്ലേ തുറന്നു ഊറ്റിക്കോ കൂട്ടില്ല താങ്ക് യു. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞു. ഇനി അമ്പലത്തിൽ കൂടി തൊഴുതിട്ട് നേരെ വീട്, പിന്നെ ധനുഷ്കോടി പോവാം. എന്തായാലും പോയോക്കാം. അയ്യോ സൗണ്ടൊക്കെ പോയിട്ടോ സത്യം പറഞ്ഞ. ഇന്നത്തെ യാത്രയും വെയിൽ കൊള്ളലും ഇന്നത്തെ തീർപ്പുക്കുളിയും എല്ലാം കൂടി സൗണ്ടൊക്കെ പോയി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ രാമേശ്വരത്ത് നിന്ന് തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ധനുഷ്കോടി പോയിട്ട് അവിടുന്ന് കൊടൈക്കനാൽ പോയുള്ള പ്ലാനാണ്. അപ്പോൾ ഞങ്ങളിതപ്പോൾ ഇവിടെ അമ്പലത്തിൽ നിന്ന് തൊഴുത് വന്നു, നേരെ ഇവിടെ ഹോട്ടലിൽ വന്നു, ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ഞങ്ങളിവിടെ തിരിക്കാൻ നിൽക്കണം. ഈ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഇന്നലെയും അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്കും ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഹോട്ടൽ ഫുഡാണ്. പക്ഷേ അവിടെ മലയാളീസ് ഉണ്ട്, നല്ല ഫുഡാണ് മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത്, ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലവും ഈ ഹോട്ടലും ബീച്ചൊക്കെ. ഇവിടെ നോക്കി കാണാം, അവിടെയാണ് ബീച്ച്. ആകെ ഒരു 500 മീറ്റർ പോലും ഇല്ല, ഒരു 300 മീറ്ററൊക്കെ ബീച്ചിലേക്ക് നടക്കാറുള്ളൂ. എല്ലാവരും സെറ്റല്ലേ? പവറല്ലേ? അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് കാണാം. ഓക്കെ ബൈ. ഫുൾ ബ്ലോക്കാണ്, ഫുൾ ബ്ലോക്ക്. ഒരു വണ്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുള്ള ബ്ലോക്ക്. നല്ല ബ്ലോക്കാണ്, പോകാനൊരു വഴിയില്ല. നമ്മുടെ ഈ സാഡിൽ ബാഗ് ഉണ്ടാവുന്നതൊക്കെ പോകും, രക്ഷിതാക്കൾ വണ്ടി ഇവിടെ വെച്ചിട്ട് നടക്കുക നല്ലത്. ഇത് ഭയങ്കര ബ്ലോക്കാണ്. അപ്പം നടക്കാമെന്ന് വിചാരിച്ചു. ബാഗൊക്കെ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കണേ. കണ്ടറിയാം. സ്ഥലം ഉണ്ടല്ലോ, സ്ഥലം അടിപൊളി സ്ഥലമാണ്. പക്ഷേ ബ്ലോക്ക് കാരണം നമുക്ക് ഒരു വഴിക്കും പോകാൻ പറ്റില്ല. വണ്ടി ഇപ്പോൾ ഒരു 1/2 കിലോമീറ്റർ പിന്നെ നിർത്തിയിട്ട് നടക്കാം, അത് എത്ര പറ്റുള്ളൂ. വേറൊരു അമ്മായി തിരക്കാണ്. ഹായ് ഗൈസ്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി സ്ഥലം. കാരണം നമുക്ക് ചുറ്റും ഫുള്ള് ബ്ലൂ കളർ ഓഷ്യൻ, നിറഞ്ഞ നല്ലൊരു ഓഷ്യൻ, ചുറ്റും വെറും കടൽ മാത്രം. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ പോയിന്റിൽ ഇതിനെ 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്ക എത്താം. ഇവിടുന്ന് ഒരു ബോട്ട് എടുത്ത് 30 കിലോമീറ്റർ പോയാൽ ശ്രീലങ്കയായി. അത്ര അടുത്താണ്. ഇവിടുന്ന് ഇതുണ്ടല്ലോ ഒരു വട്ടെങ്കിലും വന്ന് കാണേണ്ട സ്ഥലം കേട്ടോ. അടിപൊളിയാണ്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ
ഇവിടുത്തെ ബീച്ചിലത്തെ മണലുണ്ടല്ലോ, ഇവിടുത്തെ ബീച്ചിലത്തെ വെള്ളം നമ്മുടെ ബീച്ചിലത്തെ പോലെയല്ല. ഈ എന്താ പറയുക, ലക്ഷദ്വീപ്, മാൽഡീവ്സ് അവിടെയൊക്കെ പോയാണ്ടല്ലോ സെയിം ആ ഒരു വൈബിലാണ് ഇവിടുത്തെ ബീച്ചിലത്തെ വെള്ളം ഉള്ളത്. അത് വന്ന് കണ്ടാൽ തന്നെയാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ. ഈ പൂളിയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ രാമേശ്വരത്ത് തിരിക്കണ്ടോ. ധനുഷ്കോടി കണ്ടു, നമുക്ക് ഇവിടെ ഒന്നും കാണാൻ നേരെ കൊടൈക്കനാലിലേക്കുള്ള പ്ലാനാണ്. ഇങ്ങനെ രാമേശ്വരം അടിപൊളിയാണ്. നല്ല നീലക്കടല്. അതെ, ഈ കടൽ കാണണമെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഈ കടൽ കാണും. ഇപ്പോൾ രാമേശ്വരം അടിപൊളിയാണ്. ഇനിയിപ്പോൾ തിരിച്ചു പോകണ വഴിക്ക് ഞങ്ങൾ ഓൾഡ് ടൗൺ അവിടെ നിർത്തുന്നില്ല, സമയം തീരല്ല നമ്മുടെ ഇത്. അപ്പോൾ നമ്മളിനി തിരിച്ചു നേരം ഒറ്റ പിടിപിടിക്കാനുള്ള പരിപാടിയാണ് കൊടൈക്കനാലിൽ. അപ്പോൾ നമുക്ക് ബാക്കി കളി കൊടൈക്കനാലിൽ. എവിടെയാണ് ബാക്കി കളി? കൊടൈക്കനാലില്. ആ, കൊടൈക്കനാൽ. ബായ്. കുറേ നേരത്തിന് ശേഷം ഒരു നല്ല സ്ട്രെച്ച് കിട്ടി. 110 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ആർക്കും ഒരു കുഴപ്പമില്ലാണ്ട് നിർത്താണ്ട് ഓടിച്ചു. മറ്റത് ആരെങ്കിലും കുണ്ടിയെല്ലാം പോച്ച്. എങ്ങനെയുണ്ട്? നമുക്കൊരു വിഷയമല്ലേ? എങ്ങനെയുണ്ട് 110 കിലോമീറ്റർ നിർത്താണ്ട് പോന്നിട്ട്? അപ്പോൾ ഇതൊരു നല്ല സ്ട്രെച്ച് കിട്ടി. ഇനി ഇവിടുന്ന് ആകെ 193 കിലോമീറ്റർ ഉള്ളൂ കൊടൈക്കനാൽ. അപ്പോൾ നല്ലൊരു ചായ അടിക്കുക, ഒന്ന് ചില്ലാവുക. അപ്പോൾ നമ്മൾ മധുരെത്തി. മധുരയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ പോകുന്നുണ്ടാവും. ഫുഡ് കഴിക്കാൻ നിർത്തിങ്ങനെ. എല്ലാവരും നല്ല ടയർഡാണ്. എല്ലാവരും ബാറ്ററി ഏകദേശം കഴിഞ്ഞു. ചപ്പാത്തി കറി, പ്ലെയിൻ ദോശ, റോസ്റ്റ്. ഇനി ഇവിടുന്ന് 90 കിലോമീറ്റർ കൂടി. ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചൊരയാണ്. കണ്ടറിയാം, നല്ല ഇഷ്ടം. നോക്കാം നാട്. ലാസ്റ്റ് സ്റ്റോപ്പ്. ഇനി ഒരു സ്റ്റോപ്പില്ല, നേരെ കൊടൈക്കനാൽ തീരം നിർത്തുള്ളൂ റൂമിൽ. അപ്പോൾ അതവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. കുറേ പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരാൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് വെള്ളം നിറയ്ക്കുന്നുണ്ട്. ഒന്ന് മാറിക്ക്. കാണാനില്ലേ? എന്തേ പേടിച്ചു കേട്ടോ ഗായ്സ്. നമ്മുടെ വിഷ്ണുവേട്ടൻ എന്താ പേടിച്ചിരിക്കുന്നു. കുണ്ടിയെല്ലാം പോച്ച് തണ്ടലാണ് പോയതെന്ന് പറഞ്ഞ. സോറി, കുണ്ടിയല്ല, ചെക്ക് പോസ്റ്റിന്റെ അവിടെ വായു മുടിച്ചിരിക്കുന്നു.